الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين. أما بعد، اللهم إنك جبار تجبرت بالجبر والجبر بجبر جبرك يا جبار يا الله. اللهم إنك قهار تقهرت بالقهر والقهر بقهر قهرك يا قهار يا الله. يا جليل تجللت بالجلال والجلال بجلال جلالك يا جليل يا الله. يا نور تنورت بنور نورك يا نور يا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم عقوق الوالدين من أكبر الكبائر. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. चमक तुझसे पाते सब पाने वाले मेरा दिल भी चमका दे चमकाने वाले. चमक तुझसे पाते हैं सब पाने वाले मेरा दिल भी चमका दे चमकाने वाले. हबीबे खुदा का नजारा करूं मैं हबीबे खुदा का नजारा करूं मैं
दिलो जान उन पे नजारा करूं मैं, दिलो जान उन पे नजारा करूं मैं. Spreading light of Medina, charming songs of Medina, catching the thrill of Medina, Medina. Spreading light of Medina, charming songs of Medina, catching the thrill of Medina, Medina. മുത്തമാണിക്യമാണെന്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെന്റെ റാഹ. മുത്തമാണിക്യമാണെന്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെന്റെ റാഹ. സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര പാസുര പ്രദീപം, മദനീ മഹിതമീ വസന്തം, മഹിമാ പൂക്കും മധുരിതം, മഹിമാ പൂക്കും മധുരിതം, മഹിമാ പൂക്കും മധുരിതം. ശ്രേഷ്ഠ സമ്പന്നരായ സാദാത്തുക്കളെ, പണ്ഡിത മഹത്തുക്കളെ, ഇശാഅത്തു സുന്നയുടെ കർമ്മോത്സുകരായ സുഹൃതവാന്മാരായ നല്ലവരായ പ്രവർത്തകരെ, ഈ നല്ല മജ്ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ സംഗമം അവന്റെ അടുക്കൽ പൊരുത്തമുള്ള ഒരു നല്ല സംഗമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ രാത്രി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, നമ്മുടെ ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ മുഴുവൻ ആളുകൾക്കും നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു ഈ സംഗമം ഒരു നിദാനമായി, ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗമാക്കി മാറ്റുമാറാകട്ടെ. നേരം പോക്കിനു വേണ്ടി നമ്മുടെ ഈ സദസ്സ് അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു കാണിച്ച് സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശേഷിച്ച് ഈ നാടിന്റെ വെളിച്ചമായിരുന്ന, ഈ നാടിനെ ആത്മീയ ഔന്നത്യത്തിന്റെ പ്രദീപ്തമായ വിഹായുസിലേക്ക് നാടിനെ കൈപിടിച്ചുയർത്തിയ മഹാനായ അബ്ദുപ്പാപ്പ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനവറുകളുടെ ദർബാറിലേക്ക് നമ്മുടെ ഇശാഅത്തു സുന്നയുടെ മജ്ലിസ് അല്ലാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തേക്ക് ആനന്ദവും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് സമയം സുദീർഘമായി പോയെന്നറിയാം. നിങ്ങളോടെല്ലാവരോടും ആദ്യമായി ലേറ്റായി പോയതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇനിയും ആമുഖമായി സുദീർഘമായൊരു ആമുഖ പ്രഭാഷണത്തിന് ഇവിടെ സമയമില്ല. പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയത്തെ അധികരിച്ച് നമുക്ക് വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ നമുക്ക് സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഭക്തി നിർഭരമായി ദുആഇന് നമുക്ക് പിരിയാം. അല്ലാഹു ഹക്ക് പോലെ പറയാനും അത് കേട്ട് ഉമ്മാടെ കയ്യിൽ പിടിച്ച്, പാപ്പാടെ കയ്യിൽ പിടിച്ച് നാളെ സ്വർഗത്തിൽ കടക്കുവാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഉമ്മ എന്ന് പറഞ്ഞാൽ അത് രണ്ട് അക്ഷരങ്ങളാണ്, ഒരർത്ഥത്തിൽ മൂന്നക്ഷരങ്ങളാണ്. പക്ഷേ ലോകത്ത് അതുപോലെ തുല്യതയുള്ള മറ്റൊരു വാചകം ഇല്ല. സഹോദരങ്ങളെ, ഇന്നിപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അന്ത്യനാളിന്റെ വെളിപ്പാടുകളെ സംബന്ധിച്ച് നമ്മളോട് പ്രതികരിച്ചു തരുമ്പോൾ, പ്രതിവചിച്ചു തരുമ്പോൾ അവിടുന്ന് പറഞ്ഞ പ്രസക്തമായ ഒരു ഹദീസുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഹദീസാണ്. അടിമസ്ത്രീ അവരുടെ യജമാനനെ പ്രസവിക്കുന്ന ഒരു കാലഘട്ടം സമാഗതമാകും. സുബ്ഹാനല്ലാഹ്. അടിമസ്ത്രീ അവളുടെ യജമാനനെ പ്രസവിക്കുക മീൻസ് ഉമ്മയോട് വാപ്പയോട് അടിമയോടെന്ന വണ്ണം പെരുമാറുന്ന മക്കൾ ലോകത്ത് സമാഗതമാകുന്നൊരു ഘട്ടം വന്നു ചേർന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുക, അന്ത്യനാൾ വെളിപ്പാടകലെ എത്തിപ്പെട്ട് നിൽക്കുകയാണെന്ന്. ഈ അടുത്ത സമയത്ത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു വാർത്ത വരികയുണ്ടായി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു പ്രവാസിയുടെ ഭാര്യ, മാതാവ് ഗർഭിണിയായി. 2 മാസമാണ് ഗർഭിണിയായത്. പ്രവാസി ഗൾഫിലായിട്ട് 8 മാസമായി പോയിട്ട്. വയറുവേദനയെ തുടർന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വയറുവേദനയല്ല, നിങ്ങൾ പ്രഗ്നന്റ് ആണ്, പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞു. ആ പ്രിയപ്പെട്ട സഹോദരി വല്ലാതെ വേദനിച്ചു. പറഞ്ഞു, എന്റെ ഭർത്താവ് 8 മാസമായിട്ട് ഗൾഫിലാണല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ 2 മാസം ഗർഭമുണ്ടാകും? ഡോക്ടർ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ 2 മാസം ഗർഭിണിയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഗൾഫിലുള്ള ഭർത്താവിനെ ഫോൺ വിളിച്ചു. ഉമ്മ വിളിച്ചു. ആ മാതാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വയറുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന്. ഞാൻ എന്തു വേണം? അയാൾക്കാകെ ബേജാറായി, ദേഷ്യായി. അയാള് വളരെ ചൂടായിട്ട് സംസാരിച്ചു. ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ മരിപ്പറമ്പിൽ കഷ്ടപ്പെടുന്നത്? നിനക്കു വേണ്ടി, നിന്റെ മക്കൾക്കു വേണ്ടി, ഏതോ ഒരുത്തന് വേണ്ടി എന്റെ കിടപ്പറയും എന്റെ പട്ടുമത്തയും നീ സമ്മാനിച്ചിട്ട് ഗർഭിണിയായിട്ട് നാണമില്ലാതെ എന്നോട് വിളിച്ചു പറയുന്നു. വളരെ കാർക്കശ്യപൂർവ്വം അദ്ദേഹം പ്രതികരിച്ചു. ആ പെങ്ങൾ പറഞ്ഞു, വല്ലാഹി വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം, എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസ, നിങ്ങളല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു ഭർത്താവ് എനിക്കില്ല, ഒരു പുരുഷൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, നിങ്ങളല്ലാതെ എന്റെ ശരീരത്തിൽ ഒരു പരപുരുഷന്റെ സ്പർശനമുണ്ടായിട്ടില്ല. വല്ലാഹി വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ ലോകത്ത് നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷനുമായി ഞാൻ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഏത് കോടതിയിലും ഞാനത് പറയാം. വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അകലെയുള്ള പ്രിയപ്പെട്ട ഭർത്താവ് വീഡിയോ കോൾ ചെയ്യുമ്പോ പെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല, അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ഞാനൊരു അന്യപുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നുറപ്പാണ്, ഞാനൊരു അന്യപുരുഷനുമായി സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നുറപ്പാണ്. പക്ഷേ ഡോക്ടർമാര് പറയുന്നു ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ആ മരുപ്പറമ്പിൽ നിന്നൊന്ന് കയറി വരുമോ? എമർജൻസി ടിക്കറ്റ് എടുത്ത് സഹോദരൻ നാട്ടിലേക്ക് പാഞ്ഞു പറിച്ചു വരികയാ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കയ്യിൽ പിടിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് കൺസൾട്ട് ചെയ്തപ്പോ അയാൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ 2 മാസം ഗർഭിണിയാണ്. ഇത് വയറുവേദന മറ്റെന്തും മുഴ കൊണ്ടുണ്ടായതല്ല, അപ്പൻഡിക്സ് അല്ല, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണെന്ന് ഉറപ്പാണെന്ന് ഗൈനക്കായ ഡോക്ടർ ക്ലിയറൻസ് ചെയ്തപ്പോൾ സഹോദരങ്ങളെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കയ്യിൽ പിടിച്ചിട്ട് അതാ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് എന്റെ സുഹൃത്തായ പോലീസുകാരനെ വീട്ടിലേക്ക് രഹസ്യമായി വിളിച്ചു വരുത്തിയിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് നടന്ന കാര്യങ്ങളെ മുഴുവനും പറയുകയാ. 8 മാസമായി ഞാൻ പ്രവാസിയാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ നിഷ്കളങ്കയാ, നിസ്വാർത്ഥയാ, നിഷ്കപടയാ, ഒരന്യാണിനെ അവള് തൊട്ടിട്ടില്ല, ഒരന്യാണുമായി അവള് സമ്പർക്കം പുലർത്തിയിട്ടില്ല. ഏതോ ഒരുത്തനെ വിളിച്ചു കേട്ടി വീട്ടിന്റെ അകത്തളത്തിലിട്ട് അള്ളാഹുവിന് നിരക്കാത്ത പരിപാടിയിൽ അവർ ഏർപ്പെട്ടിട്ടില്ല. ആ പോലീസുകാരൻ വളരെ ഭംഗിയായി പെങ്ങളെ
തങ്ങളെ ചോദ്യം ചെയ്യുകയാ. അയൽപക്കത്തുകാരുമായി ബന്ധപ്പെട്ട പല പുരുഷന്മാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാ. ഒരെത്തും പിടിയും കിട്ടിയില്ല, ഒരു തുമ്പും പാലും കിട്ടിയില്ല. സഹോദരങ്ങളെ അതൊരു മാതാവാ, 3 മക്കളുടെ മാതാവാ. മൂത്ത മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാ, 14 വയസ്സുകാരനാ. ഇളയ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുകയാ. നടുവിലുള്ള കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുകയാ. 3 മക്കളുടെ മാതാവ് ഭർത്താവില്ലാതെ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ആരാണ് ആ പ്രിയപ്പെട്ട മാതാവിന് ഗർഭമുണ്ടാക്കിയത്? ആരാണ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവന്റെ തുടിപ്പിന് ജന്മം നൽകിയത്? അവസാനം ആ പോലീസുകാർ കണ്ടെത്തുന്ന യാഥാർത്ഥ്യം മനസ്സിലായാൽ എന്റെ തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് ഇസാഅത്തു സുന്നയുടെ മജ്ലിസിൽ ഈ വിനീതനായ ഹാമിദ് യാസീന്റെ വയലിന്റെ മജ്ലിസിൽ വന്ന ഉപ്പമാരെ, നിങ്ങൾക്കത് കേൾക്കാൻ ത്രാണിയുണ്ടാവില്ല. എന്റെ മജ്ലിസിൽ വന്ന ഹൃദയമുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞാലത് കേൾക്കാൻ ത്രാണിയുണ്ടാകില്ല. 14 വയസ്സുകാരനായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മകൻ ആരാണോ ആ പൊന്നുമോന് ജന്മം നൽകിയത്, ആരെയാണോ ആ മാതാവ് ലോകത്തേക്ക് പ്രസവിച്ചിട്ടത്, 10 മാസം ഗർഭം ചുമന്നത് ഏതു മകനെയാണോ, മരണവേദനയോടടുത്ത വേദന സഹിച്ച് ഏതു മകനെയാണോ ഈ പ്രപഞ്ചത്തിലേക്ക് മാതാവ് പ്രസവിച്ചിട്ടത്, ഏതു മകനെയാണോ പാതിരാത്രികളിൽ ഉറക്കമൊളിച്ച് താരാട്ടിയത്, ഏതു മകനെയാണോ ആ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് പാലൂട്ടിയത്, ഒരുപാട് തലോടിയത്, ഒരുപാട് ലാളിച്ചു ഓമനിച്ചു ഏറ്റു വളർത്തി വലുതാക്കിയത്, ഏറ്റവും കൂടുതൽ ചുംബനങ്ങൾ ആ ഉമ്മ അടുത്തുന്ന സ്നേഹമസൃണമായി ഏറ്റുവാങ്ങിയത് മൂത്ത മകനായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരനാണ്. ആ പ്രിയപ്പെട്ട മാതാവിന്റെ ഉദരത്തില് 2 മാസം ഗർഭിണിയായ 2 മാസം ഗർഭമുള്ളൊരു കുഞ്ഞിന്റെ ജന്മത്തിന് കാരണമാക്കിയതെന്ന് അവസാനം പോലീസുകാർ കണ്ടെത്തുകയാണ്. സഹോദരങ്ങളെ, ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ജനങ്ങള് കുടിയന്മാരായിരുന്നു, പലിശരാജാക്കന്മാരായിരുന്നു, യുദ്ധക്കൊതിയന്മാരായിരുന്നു, പരസ്പരം പോരാട്ടം നടത്തിയിരുന്നു. ഒരുപാട് പതിറ്റാണ്ടുകളോളം നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടി വാളെടുത്തവർ പരസ്പരം യുദ്ധം ചെയ്തിരുന്നു. പക്ഷേ മാതാവിനെ വ്യഭിചരിച്ചിരുന്നില്ല, മാതാവിനെ മാനഭംഗപ്പെടുത്തിയിരുന്നില്ല. 6ാം നൂറ്റാണ്ടിൽ ലോകമേ 21ാം നൂറ്റാണ്ടിന്റെ ഉച്ചത്തായി ലോകമേ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ അഹങ്കാരം നടിക്കുന്ന ലോകമേ ലജ്ജിക്കുക. ഇതെവിടെ നടന്ന സംഭവമാ? അന്റാർട്ടിക്കയിൽ നടന്നതല്ല, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നടന്നതല്ല, സാക്ഷര സമ്പന്നമായ എന്റെയും നിങ്ങളുടെയും കേരളത്തിന്റെ അങ്ങ് ഉത്തരോത്തര ജില്ലയായ കാസർഗോഡിന്റെ മണ്ണിൽ നടന്നതാണ്. 14 വയസ്സുകാരൻ വെളിപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് സ്ഥിരമായി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ പറയുകയാണ്, ഉമ്മ മനഃപൂർവ്വം നിങ്ങളെ ഞാൻ വ്യഭിചരിച്ചതല്ല, മനഃപൂർവ്വം നിങ്ങളെ മാനഭംഗപ്പെടുത്തിയതല്ല. നിങ്ങളുടെ ഉദരം, ഞാൻ ആ ഉദരത്തിനകത്താണ് 10 മാസം കിടന്നത്. ആ ഉദരത്തിനകത്തൊരു കുഞ്ഞിനെ സംഭാവന ചെയ്യണമെന്ന് ഞാൻ മനഃപൂർവ്വം കരുതിയതല്ല ഉമ്മ. എന്റെ മുതിർന്ന കൂട്ടുകാരെനിക്ക് തന്ന കഞ്ചാവിനടിമപ്പെട്ട്, മയക്കുമരുന്നിനടിമപ്പെട്ട്, ഡ്രഗ്സിനടിമപ്പെട്ട്, ലക്കില്ലാതെ ലഗാലില്ലാതെ കാമപൂർത്തീകരണത്തിന് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഭക്ഷണത്തിൽ മയക്ക് ഗുളികകൾ ഇടിച്ചു പൊടിച്ച് ചേർത്ത് കൊടുത്ത് ബോധമില്ലാതെ പ്രിയപ്പെട്ട മാതാവ് കിടന്നുറങ്ങുമ്പോൾ ആ മാതാവിന്റെ ശരീരത്തിലേക്ക് തന്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ 1 തവണയല്ല 2 തവണയല്ല ഒരുപാട് തവണകളിൽ ഏർപ്പെട്ടുപോയി. എന്റെ ഉമ്മ അറിഞ്ഞില്ല, എന്റെ കുഞ്ഞനുജൻ അറിഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ അറിഞ്ഞില്ല. ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിന് മയക്കുകുളിക കൊടുത്ത് ഉറക്കിക്കിടത്തിയിട്ട് ആ മയങ്ങിക്കിടക്കുന്ന മാതാവിന്റെ ശരീരം എന്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ വിനിയോഗിച്ചുവെന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ 20കാരനല്ല സഹോദര, 25 വയസ്സുകാരനല്ല സഹോദര, കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൺകുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി അവന്റെ ഉമ്മയെ വ്യഭിചരിച്ച കഥ ലോകത്തോട് തുറന്നു പറഞ്ഞെങ്കിൽ, അവൻ പശ്ചാത്തപിച്ചെങ്കിൽ, സമൂഹമേ ലോകം എവിടെയാണ് എത്തി നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു,
ഉഖൂഖുൽ വാലിദൈനി മിൻ അക്ബറിൽ കബായിർ. വൻ പാപങ്ങളിൽപ്പെട്ടതാണ് നിന്റെ മാതാവിനെ നീ വേദനിപ്പിക്കുക, നിന്റെ പ്രിയപ്പെട്ട പിതാവിനെ നീ വേദനിപ്പിക്കുക. ഏതുവരെ രോഗിയായി നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ കിടക്കുകയാ. നീ കോട്ടും സൂട്ടും ഇട്ട് ടൈയും കെട്ടി, നീ ഇൻസെർട്ട് ചെയ്ത പാന്റും ഇട്ട് ഏതോ ഒരു ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. നീ നിന്റെ ഉമ്മാനോട് ഉമ്മ പോയിട്ട് വരട്ടെ എന്ന് പറയാൻ വേണ്ടി റൂമിലേക്ക് കടന്നു വന്നതാ. നിന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗിയായി കിടക്കുകയാ. യൂറിൻ പാസ് ചെയ്യുന്നത് കിടക്കുന്ന ബെഡിലാ. അങ്ങനെയുള്ള മാതാവ്, അതല്ലെങ്കിൽ ലാട്രിൻ പാസ് ചെയ്യുന്നത് കിടക്കുന്ന ബെഡിലാണ്. കിടന്നെടുത്ത് തന്നെ മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന മാതാവിന്റെ റൂമിലേക്ക് ഷോട്ടും കൂട്ടുമിട്ട് സ്പ്രേ അടിച്ച് ഇൻഷെട്ട് ചെയ്ത് നിന്റെ ആടിന്റെ കൊമ്പ് പോലെ ഉണ്ടാക്കി വെച്ച മുടിയും വെച്ച് സ്റ്റൈലായിട്ട് നീ കടന്നു ചെന്ന് ഉമ്മയോട് ടാറ്റാ പറയാൻ കടന്നു എന്നപ്പോൾ ആ റൂം മുഴുവനും നാറ്റമാണ്, ദുർഗന്ധമാണ്. അറിയാതെ നിന്റെ കരങ്ങൾ നിന്റെ മൂക്കിന് പിടിച്ചുപോയി. സഹോദരാ, അരുതരുത്, അത് ഹറാമാണെന്ന് പറഞ്ഞു ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ മാതാവ് രോഗിയായി കിടക്കണം, മാതാവിന്റെ റൂമിൽ നിങ്ങൾ കിടന്നു എന്നപ്പോൾ രൂക്ഷമായ മൂത്രത്തിന്റെ കാഷ്ടത്തിന്റെ ദുർഗന്ധം അസഹനീയമായി വന്നപ്പോൾ അറിയാതെ കൈകൊണ്ട് മൂക്ക് പിടിച്ചാൽ അത് ഹറാമാണ്, അത് ഇസ്ലാം വിരോധിച്ചതാണ്. നീ എങ്ങാനും അറിയാതെ മൂക്ക് പിടിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ രോഗിയായി കിടക്കുന്ന ഉമ്മാടെ കൽബിലൊരു തോന്നല് വരും, പടച്ചവനെ, രോഗിയായി കിടന്നെടുത്ത് കാഷ്ടിക്കുന്ന എന്റെ കാഷ്ടത്തിന്റെ ദുർഗന്ധം എന്റെ കുഞ്ഞിന് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്നെങ്ങാനും ആ മാതാവിന്റെ കൽബിൽ തോന്നിപ്പോയാൽ പൊന്നുമോനെ, നിനക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി കടന്നു വന്ന് ചോദിച്ചു, ഞാന് ധാർമ്മിക പോരാട്ടത്തിന് വേണ്ടി പോകുകയാണ് നബിയെ. എന്റെ ഉമ്മ കരയുക, എന്റെ വാപ്പിച്ച കരയുക, മോനെ പോകല്ലേ, നീ പോയാ പിന്നെ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളേ? ആരുമില്ല, അതുകൊണ്ട് മോൻ പോവല്ലേ എന്ന് ഉമ്മ പറയുക. പ്രായമുള്ള ഉമ്മ, വാപ്പ പറയുക, പ്രായമുള്ള വാപ്പ, ഞാൻ എന്തോ വേണം നബിയേ? ആ ചോദിച്ചു സഹോദരൻ സഹാബി. നേരത്ത് പറഞ്ഞു, മോനെ, നീ നിന്റെ ഉമ്മാന്റെ ചാരത്തേക്ക് മടങ്ങണം, നീ നിന്റെ വാപ്പാടെ ചാരത്തേക്ക് മടങ്ങണം, നീ നിന്റെ ഉമ്മാക്ക് സേവനം ചെയ്യണം, നീ നിന്റെ വാപ്പാക്ക് സേവനം ചെയ്യണം. മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണതെന്ന് ഓർക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണതെന്ന് ഓർക്കണേ. ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ, ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ. അതുപോലെ
അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. മോനെ നീ പടക്കളത്തിൽ വരണ്ട, മോനെ നീ പടയോട്ടത്തിന് വരണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സംരക്ഷണത്തിന് വേണ്ടി പോർക്കളത്തിൽ പടയോട്ടത്തിന് പടച്ചട്ടയിടത്തി പടക്കുതിരയുടെ പുറത്ത് കയറി മുത്തുനബിയുടെ ചാരത്ത് വന്ന സഹോദരനോട് പ്രവാചക പ്രവീണർ പറഞ്ഞു, വേണ്ട, പടയോട്ടത്തിനു വേണ്ട. ഉമ്മാടെ കയ്യിൽ പിടിക്ക്, വാപ്പാടെ കയ്യിൽ പിടിക്ക്. ഉമ്മാക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്ക്, വാപ്പാക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്ക്. നിന്റെ സ്വർഗം എവിടെയാണ്? എന്റെ ശബ്ദം കേൾക്കുന്ന യുവത്വമേ, യുവത്വം തുളുമ്പുന്ന രക്തത്തുടിപ്പുള്ള ആർജവമുള്ള ചെറുപ്പക്കാരാ, നിന്റെ സ്വർഗം എവിടെയാണ്? മോനെ, നിന്റെ മാതാവാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്. ചോദിച്ചു, എവിടെയാണ്? എന്റെ ഉമ്മാനെ പറ്റി, എന്റെ വാപ്പാനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയുമോ നബിയേ? ഒരു സഹാബിയുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മാനെ പറ്റി, എന്റെ വാപ്പാനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയോ നബിയേ? അവിടുന്ന് പറഞ്ഞു, ഹുമാ ജന്നതുക വനാറുക, ഹുമാ ജന്നതുക വനാറുക. സഹോദരാ, നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്. നിന്റെ ഉപ്പ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉപ്പ നിന്റെ നരകമാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ ഉപ്പാന്റെ സംതൃപ്തി സമ്പാദിച്ചാൽ നിനക്ക് സ്വർഗം നേടാം, അസംതൃപ്തി സമ്പാദിച്ചാൽ നിനക്ക് നരകവും നേടാം. ഹജ്ജ് ചെയ്തതുകൊണ്ട് കാര്യമില്ല സഹോദരാ. 10,000 വാരിക്കോരി സക്കാത്ത് കൊടുത്തിട്ടും ദാനം കൊടുത്തിട്ടും സാധ്യമല്ല സഹോദരാ. നീ ഒരുപാട് പാതിരാത്രികളിൽ ഉറക്കമൊളിച്ച് ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല സഹോദരാ. നീ നിസ്കരിച്ചിട്ട് കാര്യമില്ല സഹോദരാ. നിന്റെ ഉമ്മാടെ പൊരുത്തം, നിന്റെ വാപ്പാടെ പൊരുത്തം, അതൊരു മനുഷ്യനെ സ്വർഗത്തിൽ കടത്തണമെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്, ടിക്കറ്റ്, സ്വർഗത്തിൽ പോകാനുള്ള സർട്ടിഫിക്കറ്റ്, അത് ഉമ്മാടെ, അത് വാപ്പാടെ സംതൃപ്തിയാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമാണ്, സഹനമാണ്, പൊന്നുമ്മ ജീവനാണ്. സ്നേഹമാണ്, സഹനമാണ്, പൊന്നുപ്പ ജീവനാണ്. ധിക്കാരം കാട്ടി നീ ചീത്ത വിളിച്ചിടല്ലേ, ഹുങ്കാരഭാവം കാട്ടി തല്ലിച്ചതച്ചിടല്ലേ. ധിക്കാരം കാട്ടി നീ ചീത്ത വിളിച്ചിടല്ലേ, ഹുങ്കാരഭാവം കാട്ടി തല്ലിച്ചതച്ചിടല്ലേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലാ كريما وقل لهما قولا كريما. ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ കലാം എന്നോട്, നിങ്ങളോട്, ഓരോരുത്തരോടും പറയാണ്. ഉമ്മ വരും, പ്രായമുള്ള സമയത്ത് ഉമ്മ വരും. മോനെ അബ്ദുൽ ജബ്ബാറേ, എന്താ ഉമ്മ? എടാ, അതാരാ അവിടെ നിക്കണേ? അത് നമ്മുടെ അയലത്തെ വീട്ടിലെ സലാമുക്കായാണ്. എന്താടാ?
ഒന്നുകൂടെ പറഞ്ഞ നമ്മുടെ അയലത്തെ വീട്ടിലെ സലാമക്ക ഒന്നുകൂടെ പറഞ്ഞ കേൾക്കണില്ലല്ലോ കുട്ടി നീ പറയണത്. പ്രായമായില്ലേ ഉമ്മക്ക്? ചെവി കേട്ടൂടാ, ശരിക്ക് കണ്ണുണ്ടൂടാ. ഉമ്മ ഇങ്ങനെ കാണുന്നൊക്കെ ചോദിക്കും. ആരെങ്കിലും അതിലൂടെ പോയ ആരാ പോയത്? അത് ഉപ്പ അറിയണം ഉമ്മാക്ക്. ഉമ്മാടെ സ്വഭാവം അതാണ്, വാപ്പാടെ സ്വഭാവം അതാണ്. ചുമ്മാതെ വിളിക്കും. നിങ്ങള് ആ സമയത്ത് വാട്സപ്പിലായിരിക്കും, നിങ്ങൾ ഫേസ്ബുക്കിലായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ വിളിച്ച് സൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചെറുപ്പക്കാരെ, കോളേജ് കുമാരന്മാരെ, ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയാണ്. ഇത് ആഖിറത്തിന്റെ വിഷയാണ്. അള്ളാഹു സ്വർഗവും നരകവും തീരുമാനിക്കേണ്ട വിഷയാണ്. നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമല്ല, ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയാണ്. തമാശയല്ല, സീരിയസ് ആണ്. വളരെ 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 സീരിയസ് ആണ്. ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സുന്നത്ത് നിസ്കാരത്തിൽ നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ ഞാൻ സുന്നത്ത് നിസ്കരിക്കുകയാണ്, ഹാമിദ് യാസീൻ എന്റെ ഉമ്മ എന്നെ വിളിച്ചു, എന്റെ ഉമ്മക്ക് ഉത്തരം ചെയ്യണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇത് റജബ് മാസവാ, ഇസ്രാഇന്റെയും മേറാജിന്റെയും മാസവാ. ഉസ്താദുമാരൊക്കെ അത് പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് പടച്ചോനോട് മുനാജാത്ത് നടത്തുകയാണ്, അള്ളാഹുവോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാത് വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. പടച്ചവനേ, എന്റെ എല്ലാം നിനക്കാണ് അല്ലാഹ്. ജീവിതം നിനക്കാണ്, മരണം നിനക്കാണ്, സുഹൃതങ്ങൾ നിനക്കാണ്. ഞാനിതാ എന്നെ നിന്നിലേക്ക് വച്ചിരിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഹാമിദ് യാസീൻ എന്നെ വിളിച്ചാൽ ആ സുന്നത്തായ നിസ്കാരം മുറിച്ചിട്ട് ഉമ്മ എന്തോ ഉമ്മിച്ച എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഉമ്മാന്റെ ചാരത്ത് ചെല്ലണമെന്ന് ലോകത്തെ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫർള് നിസ്കാരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്യണമെന്നാണ്. അയാളുടെ നിസ്കാരം ബാത്തിലാവൂല, അത് മുത്തുനബിയുടെ പ്രത്യേകതയാണ്. എന്നാൽ ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരം മുറിച്ച് ഉമ്മയുടെ വിളിക്ക് ഉത്തരം ചെയ്യണം. പക്ഷേ ആ നിസ്കാരം ബാത്തിലാവും, കിട്ടൂല, മടക്കി നിസ്കരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് അത് ആരോടാണ് നബിയെ? അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഉമ്മായോട്. സഹാബി വീണ്ടും ചോദിച്ചു, ഇനി ആരോട്? പുന്നാര നബി തങ്ങൾ മന്ദസ്മിതം തൂകി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മായോട്. വീണ്ടും ചോദിച്ചു, ഇനി ആരോട്? ആ സമയത്ത് വീണ്ടും പാൽ നിലാവ് പോലെ റോസാ ദളങ്ങൾ മുട്ടിട്ട് വിരിഞ്ഞതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഉമ്മുക, ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ് സഹോദരാ, ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണു സഹോദരാ. ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, 3 വട്ടമാണ് ആവർത്തിച്ച് എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ പ്രകാശമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. 4ാമത് സ്വഹാബി ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു, നിന്റെ പിതാവാണ്, നിന്റെ പിതാവാണ്. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നൽകിയതും അവരാണല്ലോ,
ഉമ്മാടെ പ്രത്യേകതയാണ്. ഗർഭം ചുമന്നു 10 മാസം മാതാവ് മരണവേദനയോടടുത്ത വേദന സഹിച്ചു നിന്നെ പ്രസവിച്ചു മാതാവ്. പോരാ, ലോകത്ത് അമർദിനെക്കാളും ഏറ്റവും മധുരമുള്ള അമ്മിഞ്ഞപ്പാല് നിനക്കും എനിക്കും മാതാവ് തന്നില്ലയോ? ഈ 3 കാര്യം പിതാവിന് ചെയ്യാനൊക്കുമോ? പറ്റൂല. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, ഉമ്മയാണ് ഉമ്മയാണ് ഉമ്മയാണു സഹോദരാ. ഖുർആൻ പറഞ്ഞു അവരോട് മാന്യമായി, ആ ഉമ്മയും ബാപ്പയും നിന്റെ അടുത്ത് വരും, അവരാവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ ചോദിക്കും നിന്നോട്. കാർക്കശ്യത്തിന്റെ ഒരു വർത്തമാനം ആ ഉമ്മയോട് ആ വാപ്പായോട് നീ നടത്താൻ പാടില്ല, നീ നടത്താൻ പാടില്ല. നടത്തിയാലോ ഇബ്ലീസിന്റെ അയിനറിയുമോ നിനക്ക്? ശപിക്കപ്പെട്ട ഇബ്ലീസ് റളിയല്ലാഹു അൻഹു. ഇബ്ലീസിന്റെ പേര് കേട്ടോ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ ഗതിയായിരിക്കും. എങ്ങനെ? അവന്റെ ഗതിയായിരിക്കും. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ. ഉമ്മ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, എടാ അബ്ദുൾ റസാഖ്, അത് ആരാടാ നിൽക്കുന്നേ? അത് നമ്മളെ അയലത്ത് വീട്ടിലെ സലാം. ഒരു വട്ടം നിങ്ങൾ പറയും. ഉമ്മാക്ക് ചെവി കെട്ടൂടാലോ, കണ്ണ് കണ്ടൂടാലോ. വാപ്പ വീണ്ടും ചോദിക്കുകടാ, അത് ആരാടാ അവിടെ നിക്കണേ? നിന്നോടല്ലേ ഞാൻ ചോദിക്കണത് കുട്ടിയെ, ഒന്നും പറ, അത് ആരാ പോയത്? നമ്മള് വീണ്ടും പറയുന്നത് അയലത്ത് വീട്ടിലെ സലാമാണ് ഉമ്മ. രണ്ടാമത് പറഞ്ഞു ഉമ്മ അടുത്ത്, ഉമ്മാക്ക് അപ്പോഴും ചെവിയിട്ടൂടാ, കണ്ണ് കണ്ടൂടാ. ഉമ്മ വീണ്ടും ചോദിക്കും, കുട്ടി ആരാന്നാ പറഞ്ഞേ? ഈ പണ്ടാരം പിടിച്ച ഗണവി ഒന്ന് ചുമ്മാ തിരി അവിടെ. അതിലെ കൂടെ ആള് പോവും, ആന പോവും. നിങ്ങൾക്ക് ഇതെന്തോ വേണം? അവിടെ എങ്ങാനും മിണ്ടാതെ കിടന്നാ പോരായോ? നിങ്ങൾ പറയും, ഞാൻ പറയും. ഈ വർത്തമാനം ഏതെങ്കിലും ഒരു മോൻ ഉമ്മാടുത്ത് വാപ്പാടുത്ത് പറഞ്ഞാൽ അവന്റെ സ്ഥാനം ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ സ്ഥാനമാണ്. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ. രോഗിയായ മാതാവ്, രോഗിയായ പിതാവ് നിന്റെ ചാരത്ത് വരുമ്പോൾ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ. നീ അവരോട് വെറുത്ത വർത്തമാനം പറയരുത്, അവരോട് വെറുത്തിട്ട് സംസാരിക്കരുത്, അവരോട് വെറുപ്പിച്ച് നീ വർത്തമാനം പറയരുത്. മാന്യമായി മാത്രം നിന്റെ ഉമ്മയോട് നീ സംസാരിക്കണം, മാന്യമായി മാത്രം നിന്റെ വാപ്പയോട് നീ സംസാരിക്കണം. അമാന്യമായിട്ടാണ് നിന്റെ വർത്തമാനമെങ്കിൽ നീ ഇബ്ലീസാണ്, അല്ലാഹുവിന്റെ ശാപത്തിന് പാത്രീഭവിച്ചവനാണ്. കാരണം ചെറിയ പ്രായത്തിൽ ഈ കിടക്കുന്ന മണൽത്തരികളാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ആ നിൽക്കുന്നത് കേരമരമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ആ കാണുന്നത് ആകാശമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഏത് സ്കൂളിൽ പോയിട്ട് അത് പഠിച്ചത്? ഉമ്മയുടെ മടിത്തട്ടിന്ന് പഠിച്ചു. ഉമ്മ പറഞ്ഞു, ദോ ആകാശത്തേക്ക് നോക്കിയേ, അമ്പിളിമാമനെ കണ്ടോ, നക്ഷത്രങ്ങളെ കണ്ടോ? കുട്ടിയോട് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ കുട്ടി ചോദിക്കും, അതെന്തുവാ ഉമ്മീ? അമ്പിളിമാമൻ. ഒരു വട്ടമാണോ ഉമ്മ പറഞ്ഞു തന്നത്? കാക്കയെ പറ്റി ഉമ്മ പറഞ്ഞു, റോസാപ്പൂവിനെ പറ്റി വാപ്പ പറഞ്ഞു, കേരമരത്തെ പറ്റി ഉപ്പായി ഉമ്മായി നമ്മളോട് പറഞ്ഞു. അന്ന് നമ്മൾ ഒരു വട്ടോ രണ്ടു വട്ടോ അല്ലേ ഉമ്മ അടുത്ത് ചോദിച്ചത്? ഉമ്മ നമ്മളോട് പറഞ്ഞോ, മിണ്ടാതിരിയടാ ചെറുക്കാന്ന് പറഞ്ഞില്ല?
അത് റോസാപ്പൂവ്. എന്താ? റോസാപ്പൂവ്. റോസാപ്പൂവ്. ആവർത്തിച്ച് റോസാപ്പൂവിനെ പറ്റി ഉമ്മ പറഞ്ഞു തന്നു. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ളതിനെ മുഴുവനും മാതാവ് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തന്നു. എന്നിട്ടും പ്രായമായി ആ ഉമ്മ നമ്മുടെ ആ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഉമ്മ ഒന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് ദേഷ്യമായി പോയി, നമുക്ക് വെറുപ്പായി പോയി. അങ്ങനെ വെറുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ വെറുത്തിട്ട് വർത്തമാനം ആരെങ്കിലും ഉമ്മാനോട് വാപ്പാനോട് പറഞ്ഞാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് സഹോദരാ, ഉമ്മാന്റെ കാലത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ്. ഉമ്മ സഹനക്കടലാണ്. സ്നേഹക്കാവാണ്. ഉമ്മ സഹനക്കടലാണ്. സഹോദരങ്ങളെ, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ 4 പ്രബലരായ മാലിക് ഇബ്നു ദീനാറുമാരെ കാണാം. അതിൽ ഒരു മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഹജ്ജിന്റെ സമയത്ത് മക്കയിൽ എത്തിപ്പെടുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങള് മഹാത്മാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട് കഅബാലയത്തിന്റെ നാട്ടിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ നിങ്ങൾ ആ കൂട്ടത്തിൽ ഒരാളാ. കഅബാലയത്തിന്റെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മയക്കം വരികയാ, ഒരു ഉറക്കം വരികയാ. ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാ. ഓ മാലിക് ഇബ്നു ദീനാറേ, ഇക്കൊല്ലം ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അയാളുടെ ഹജ്ജല്ല, അയാളുടെ ഒരു സുഹൃതവും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. എങ്ങനെ ഒരാളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഒരു ഹജ്ജല്ല, ഒന്നും സ്വീകരിച്ചിട്ടില്ല. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഞെട്ടി ഉണർന്നു പോയി. ചരിത്രത്തിൽ 4 മാലിക് ഇബ്നു ദീനാറുമാരുണ്ട്. അതിൽ പ്രമുഖനായ ഒരാളാണ് ഞാൻ ഈ പറയുന്ന മാലിക് ഇബ്നു ദീനാർ. സഹോദരങ്ങളെ, അവിടുന്ന് ആലോചിച്ചു, ഈ പടച്ചോനെ, ഞാൻ ഇവിടെ വന്നപ്പോ കൽബിൽ ഇങ്ങനെ ആലോചിച്ചു, എത്രയോ ആളുകൾ ഹജ്ജിന് വരികയാണ് പടച്ചോനെ, ഇതിൽ എത്ര ആളുടെ ഹജ്ജ് നീ സ്വീകരിക്കുമല്ലാ എന്നെന്റെ മനസ്സിൽ വെറുതെ ഇങ്ങനെ തോന്നിപ്പോയി. സംഘാടകര് ബക്കറ്റ് കളക്ഷൻ എന്തെങ്കിലും നടക്കാറുണ്ടോ? ഉണ്ടോ? എന്നാലേ നിങ്ങൾ എല്ലാരും കുറച്ചു നേരം ഇരിക്കരുത്, ഒന്ന് എഴുന്നേൽക്കാമോ? എല്ലാരും പ്രായമുള്ള ഉപ്പമാരെ എഴുന്നേക്കണ്ട, ആ ചെറുപ്പക്കാര് കുട്ടികളൊക്കെ ഒന്ന് എഴുന്നേറ്റാൽ മതി. കുറെ നേരം ഇരിക്കല്ലേ. എത്ര മണിക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാ? 8:30 ആയിട്ടുള്ളൂ, 2 മണിക്കൂറായിട്ടുള്ളൂ. എന്നാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. മാത്രമല്ല പെർമിഷന്റെ പ്രോബ്ലം ഉണ്ട്. സംഘാടകർ 11 മണിക്ക് ഇങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. നിങ്ങൾ വിഷമിക്കല്ലേ, നമ്മൾ എന്തായാലും പറഞ്ഞു തുടങ്ങിയ കാര്യം ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് നമുക്ക് പോകാം. നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലിയേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സ്വലാത്ത് ചെല്ലണം. മൻ സല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ ശറാ. ആരെങ്കിലും ഒരാൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പേരിൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. മീൻസ് അവന്റെ 10 പാപങ്ങളെ അല്ലാഹു പൊറുക്കുന്നതാണ്. അവന് 10 പദവികളെ അല്ലാഹു ഉയർത്തുന്നതാണ്.
അള്ളാഹു അവന് 10 നന്മകളെ അവന്റെ മേൽ എഴുതി ചേർക്കുന്നതാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയ 10 പാപം പൊറുക്കും, 10 പാപം പൊറുക്കും, 10 നന്മ അള്ളാഹു നമ്മുടെ പേരിൽ എഴുതും, 10 തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയും, 10 പദവികളെ അള്ളാഹു നമുക്ക് ഉയർത്തും എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെല്ലണം. ഒരുപാട് ഒച്ചയും ശബ്ദമൊന്നും വേണ്ട, പക്ഷെ ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരുഭൂമിയിൽ ഒരു മലർ കുളിർ വാരി വിരിച്ച മുത്ത് മുഹമ്മദ് നബിയുള്ളാഹ്. ഇരുളിന്റെ യുഗമതിൽ വെളിവിന്റെ കിരണങ്ങൾ അരുളിയ നബിയോരിൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധി കവിഞ്ഞ പൊന്നൊളിയല്ലേ, പാരിൽ പെരിയവന്റെ അനുഗ്രഹ നിധിയല്ലേ. പരിശുദ്ധി കവിഞ്ഞ പൊന്നൊളിയല്ലേ, പാരിൽ പെരിയവന്റെ അനുഗ്രഹ നിധിയല്ലേ. കനിവുറ്റൊരിസ്ലാമിൽ സുമമല്ലേ നബി, കനിവുറ്റൊരിസ്ലാമിൽ സുമമല്ലേ നബി. കലിമത്തുരഹിന്ദ ഹബീബല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.